ബിനീഷ അത് എന്താന്ന് പറഞ്ഞു അത് ഇല്ല എന്തുവാന്ന് അറിയില്ല. ഈ കാണുന്ന സംഭവം ഉണ്ടല്ലേ ഇതെന്താന്ന് അറിയാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ തെങ്കാശി നിൽക്കുവാണ്. തെങ്കാശി വന്നപ്പോ കണ്ടൊരു കാഴ്ചയാണ്. നീ എന്തോ ചോദിച്ചപ്പോ എന്ത് പറഞ്ഞവര്? എന്തോ പൂവാന്നേ പറഞ്ഞോളെ. എന്തോ പൂവാണെന്നേ പറഞ്ഞോളേ. വേണമാന്ന് ചോദിച്ചു. വേണോന്നോ? ആ വാ നമുക്ക് അങ്ങോട്ട് പോയി അത് മേടിക്കാം. അങ്ങോട്ട് പോയി അവരെ കയ്യിൽ നിന്ന് 2 മേടിക്കായിരുന്നാ മതിയായിരുന്നു. കൊഴപ്പില്ല. ഇതാ വഴി കേട്ടോ. ഇതാ വഴി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു സവാളയോ അല്ലെങ്കിൽ ഉള്ളിയാന്ന് വിചാരിച്ചില്ലേ. ഉള്ളിപ്പൂവാന്ന് കരുതിയാ ഞാൻ ചാടി ഇറങ്ങിയത്. ഉള്ളിയല്ല ഇതിന്റെ ഇടയ്ക്ക് വഴി തന്നെ നട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് ഫുള്ള് തെങ്ങ കേട്ടോ. തെങ്ങ് നിറ തേങ്ങയുണ്ടല്ലേ. അവിടെ കൊറേ പൂവൊക്കെ നട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും പോവാം. ഇത് എന്നത് ഓ என்ன பர்பஸ் யூசிங் മാല കല്യാണ മാല. ഓ ഓ നമ്മളില് നീണ്ടിരിക്കുന്ന പൂവില്ലേ കല്യാണ മാല. യൂട്യൂബേഴ്സ് பூ ஆகாது. பூ ஆயிடுச்சா? அப்படிதான் இருக்கும். നമ്മുടെ കല്യാണ മാല ഒരെണ്ണം പിച്ചുമാ. ഒന്നല്ല നീ ഒരുപാട് വേണം പിച്ചിക്കൂ. ചെടിയാണ്. കൊല്ലം. ഓ മറ്റേ നമ്മള് കല്യാണത്തിന് കണ്ടിട്ടില്ലേ മാലയാകുന്നേ ആ പൂവാ ഇത്. ബൊക്കയിലൊക്കെ നമ്മൾ വെക്കത്തില്ലേ കല്യാണ മാലയിലൊക്കെ ആ പൂവാ ഇത്. ഞാൻ ആക്ച്വലി ഞങ്ങള് ഉള്ളിപ്പൂ ഇല്ലയാ ഉള്ളിയോടെ പൂവ് ഉള്ളി. അവിടെ ഉള്ളി ഉണ്ടല്ലേ. അന്ന് നമുക്ക് അങ്ങോട്ട് പോയി അതെടുക്കാം. അത് നെല്ല്. ഇത് ഉള്ളിയാണെന്ന് சொல்லுன்னு ഇറങ്ങി വന്നു. ഓ ഉള്ളി നട്ടിട്ടേ ഇരിക്കേ. വാ ഉള്ളി പിടിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ. നട്ടത് കണ്ടിട്ടില്ലല്ലേ. ദേ ദേ ഉള്ളി നടുന്നത്. തലേ ദേ ഉള്ളി നട്ടോണ്ടിരിക്കുവാ കണ്ടോ. ഉള്ളി ഇങ്ങനെ കുഴിച്ചു വെക്കത്തേ ഉള്ളല്ലേ. ഇത് എவ்வளவு നാളാവും വിളവെടുக்கிறதுக்கு? 3 മാസം അല്ലേ. 90 നാൾ. ഇതുകൂടെ പൂവ് താനാ ഉള്ളിപ്പൂവ്. ഓക്കേ ഒരു മൂട്ടിൽ എவ்வளவு ഉള്ളി കിടക്കും? ദാണ്ട നിൽക്കുന്ന ഉള്ളി. വാ ഓ 5 കായിരിക്കും. അത് ഓക്കെ. ഒരു ഉള്ളി നട്ടാലേ അതിനകത്ത് ചിലപ്പോൾ 5 എണ്ണം കാണും 10 എണ്ണം കാണുമെന്നാ പറഞ്ഞത്. അത് ഡെയിലി പിച്ചുമാ. ദേണ്ടേ ഉള്ളിപ്പൂ നിൽക്കുന്ന ദേണ്ടേ. ഇതാ നമ്മള് മറ്റേ ഇതിനകത്ത് ഇട്ട് തിന്നുന്നത്. നമ്മളില്ല ഒരു മൂട് എന്നുവെച്ചാൽ ഒരു പീസ് ഉള്ളി നട്ടത്. അതായത് കണ്ടോ ഇവിടെ ഉള്ളി നട്ടേക്കുന്നുണ്ടോ. അത് ചെറുതായിട്ട് കിളിർത്തിരിക്കുവാണ്. കാണുന്നുണ്ടോ? ഇതാണ്ടോ ചെറിയ പീസാ മുളച്ചിരിക്കുന്നുണ്ടോ. യൂട്യൂബ് ന്യൂ എഡിഷൻ ടെക് ട്രാവൽ. എന്താ ഉള്ളി ഉണ്ടോ. ആ ഉള്ളി ചെറുതായിട്ട് മുളച്ചിരിക്കുന്നുണ്ടോ. ഇത് അങ്ങനെ മുളച്ച് ആണ് ഈ കാണുന്നേട്ടാ. ഇവിടെ എല്ലാം അങ്ങനെ മുളച്ച് പോട്ടെ. പക്ഷെ ഇത് ഒരു അല്ലി നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് 5 മുതൽ 10 ഉള്ളി വരെ ഉണ്ടാവും അവർ പറയുന്നത്. പിന്നെ അതിനിടയ്ക്കെല്ലാം വാഴ നട്ടിട്ടുണ്ട്. കൊള്ളാം. ചോദിക്കുന്നത് പൂ ആ ഭാഗത്തൊക്കെ കൊള്ളാല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതിന്റെ സ്ഥലത്തോടെ പേരെന്നാ? ഇതിന്റെ സ്ഥലം തുവരങ്കാട്. തെങ്കാശി തന്നെ. തെങ്കാശി മാവട്ടം. തെങ്കാശി തുവരങ്കാട് എന്ന സ്ഥലത്താണ്. തെങ്ങിനെടുത്തോട്ട് പോയാലോ? തെങ്ങ് നാളെ അങ്ങേ. ഓക്കെ. എനിക്കൊന്നും ഇവര് സമയം കിട്ടുന്ന സമയത്ത് ഇരുന്ന് ചെയ്യുന്നതെന്ന് തോന്നില്ലേ. മേബി അല്ല ഇതായിരിക്കും. അവർ കുടുംബത്തോടെ ഇതെന്താ സംഭവം അറിയോ? നമ്മളില്ല ബൊക്കെയൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ പൂവായിരുന്നു. അതെ അതെ അതെ. ഇതിന്റെ തൈ കിട്ടുമോന്നൊന്നും ചോദിക്കും. വീട്ടിൽ വെക്കാം.
ഓ എല്ലാം നീ കൊണ്ടിപ്പം വെക്കും. ഇപ്പോൾ കുറേ കൊണ്ടുപോയിട്ടുണ്ട്. ആകെ 2 റോസാക്കാമ്പ് അവിടുന്ന് വാങ്ങിച്ചേനെ. വേറെ ഈ തെങ്ങിൻ്റെ അയ്യോ ദേ ഇത് കണ്ടോ, ഇതൊരു ടൈപ്പ് ഓഫ് ചെടിയാണ്, അത് അവർ കൃഷി ചെയ്യുന്നതാണ്. ഇവിടെ ഒരുപാടുണ്ടല്ലേ. അവിടെ മല്ലി എന്തോ നട്ടിട്ടുണ്ട്. മല്ലിയില. മല്ലിയിലയാണോ? ഫുള്ള് മല്ലി കേട്ടോ. മല്ലി ഇലയാണോ അതോ മല്ലി ഇത് വളർന്നതാണ് മല്ലി ആവുന്നേ. അത് ജമന്തിയോ? അല്ല, ജമന്തി. ജമന്തി മല്ലിയിലയല്ല, ജമന്തിയാണ്. ഫുള്ള് ജമന്തി കേട്ടോ. ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ. ഈ നിൽക്കുന്ന ഫുള്ള് ജമന്തിയാണ്. ആ ചേട്ടനോട് ചോദിക്കുന്നത് ജമന്തി തന്നെയാണോ? പക്ഷെ തെങ്ങ് കണ്ടോ നീ? എന്നാ കനമാണ്. ആ തെങ്ങിന്റെ കനം കണ്ടോ? തെങ്ങ് നിറച്ച് വലിയ പ്രായവും ഇല്ല തെങ്ങിന്. നിറച്ച് തേങ്ങയുണ്ട്. അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ. ജമന്തിയുടെ തൈ ഒരെണ്ണം ചോദിക്കായിരുന്നു. എന്തിനീ? വീട്ടിൽ കൊണ്ടുവെക്കാം. ഞാൻ നേരത്തെ കുടിച്ച വെള്ളത്തിന്റെ ചുമ ഇപ്പഴാ തുടങ്ങിയത്. അതൊരെണ്ണം വെച്ചായിരുന്നു. വാ വാ, നമുക്ക് ഓരോരോ കാഴ്ചകൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് വാഴത്തോട്ടമാണ്. അവർ എനിക്ക് കുടുംബത്തോടെ വന്ന് ചെയ്യുകയാണോ. ആ മക്കളും ആ ചേട്ടനും ആ ചേട്ടൻ്റെ അച്ഛനൊക്കെ ആണെന്ന് തോന്നുന്നതല്ല. ഞാൻ ചോദിച്ചപ്പോൾ ചെറുതായിട്ട് മനസ്സിലായാണ്. അവർ വന്ന് സമയം കിട്ടുമ്പോൾ വന്ന് ചെയ്യുന്നതാണ്. ഉള്ളിയൊക്കെ നടന്നുകൊണ്ടില്ലേ. അവർ ഉള്ളി ചില സ്ഥലങ്ങളിൽ നേരത്തെ ആയിട്ടാണ്, പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള വിളവാണ് കിട്ടുന്നത് കേട്ടോ. ഇങ്ങോട്ടുള്ള ഉള്ളിയൊക്കെ കുറേ വളർന്നു കഴിഞ്ഞു. അങ്ങോട്ട് അവർ നട്ടുകൊണ്ടിരിക്കുന്നു. അന്നേരം സമയമുള്ള സമയത്ത് അവർ അത് ചെയ്യുന്നതാണ്. അണ്ണാ அந்த இடத்துல ஜமந்தி தானா? பூவா? நன்றி கேட்டா நந்தி கட்டான் பூ. அது எப்படி? மல்லிகை பூ. ஓ மாலைக்குதா? ஓ ஓ போடும். அதோட ஒரு தை கிடைக்குமா? എന്തിന്? വീട്ടിൽ വെക്കാൻ. അയ്യോ വേണ്ട. ഡേയ് എന്ത്? ശാലിക്കിടുന്ന എന്നാ പർപ്പസ്? തണ്ണി പോ. ഓക്കെ ഓക്കെ. ഇനി വാ, മതി. അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. നീ അവിടെ കൊണ്ടുവച്ചാൽ അത് വളരത്തില്ല. വളരുമോ? തൂരോട്. ആ നീ വാ. அது எது பச்சைக்கொலை அது முளைக்கும். அது தடுத்துரும். அது நிறைய விடிய பிடிக்கும். அது என்ன? அது மலைக்கு தான். நல்லா மணக்கும். நல்லா சுவாசி பாரு. സൂപ്പറാ. ഇത് മാല കെട്ടാൻ ഉപയോഗിക്കുന്ന പൂവാണത്. പച്ചക്കൊല நல்லா இருக்கும். ആ കേന്തി യെല്ലോ കളർ. ഓക്കെ. നട്ടാ കിളിക്കത്തില്ലേ? പൂവില്ലേ? പൂ വരാതാ? പൂ വരാത്. ഇത് മട്ടന്തായിരിക്കും. അയ്യോ അപ്പൊ പൂവില്ലേ? அந்த செடி போட மாட்டீங்களா? அத
ഇത് അപ്പൊ എന്താ ഇതെന്തത്? പച്ചക്കൊല മാല കെട്ടത്. ആ മാല കെട്ടത്. അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇത് കൊണ്ടുപോകാം. മാല കെട്ടலாம். ഇതിന്റെ ഇല ഉപയോഗിച്ച മാല ഇട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓ ശരി. ആ എന്തായാലും ഇരിക്കട്ടെ, വന്നതല്ലേ. അതിൽ വരും. അത് കിളുക്കുവോ? അതിൽ പൂ വരും. എന്നാ അതൊരെണ്ണം തരാമോ? കിളങ്ങ ഇருக்கு വാടി തരാം. ആണോ? ഓക്കെ ഓക്കെ. ആ ചേട്ടന്റെ മക്കളാണ് ഇത് ഇതില് പൂവൊന്നും വരത്തില്ല. ഞാൻ ഏതോ കാട്ടുചെടിയാ പറിച്ചത്. ഇത് പൂവല്ല, അത് ചെടി മാല ഇട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഞാൻ ജമന്തി ആണെന്ന് പറഞ്ഞു പോയി പറിച്ചതാ. പക്ഷെ സാരമില്ല, നമുക്ക് വേറെ ചെടി തരും. ഞാൻ പറഞ്ഞ കുടുംബ ആ ചേച്ചി അവരെ 2 മക്കളാണ് കേട്ടോ, 3 മക്കൾ. ആണോ? ആ ആന്റി അവരെ സമയമില്ല സമയത്ത് എങ്ങനെ ഇതിന്റെ മുകളും മേള ഓ ശരി ശരി. താങ്ക് യു സോ മച്ച്. കിട്ടി. ഇതെല്ലാം അത് ചെടിയാണ് പിടിയിട്ട് പോ. അതെന്നത്? അത് வந்து നന്ദി കേട്ടാ. அந்த மாதிரி ചെടിയെല്ലാം അങ്ങേ കിടക്കും. അത് വീട്ടിലുണ്ട്. ഇത് ഓക്കേ ഓക്കേ താങ്ക്സ്. അപ്പൊ ഇത് ഞാൻ പയ്യനാ. ഇത് വേണല്ലോ. ഇത് കൊട്ട അങ്ങ് വേണ്ട മതി. വേണം വേണം. മാല കെട്ടുകളാ. മാല മണം വരുമെന്നാ പറയുന്നത്. വേണോ? എടുത്ത് വെച്ചോ നീ. മണ്ണിൽ എടുത്ത് വെച്ചോ. മണ്ണിൽ. എന്താ ഇருக்கு? ഓക്കേ. ഓ ശരി. ഓക്കേ. നേരം ആവശ്യത്തിക്കുള്ള. ഓക്കേ. ടാറ്റാ. ബൈ. പോവാം. ഓക്കേ. താങ്ക്സ്. ഓക്കേ. ബൈ. എന്റെ വിനീഷേ, അന്നേരം നിനക്ക് ഈ ചെടി ഉണ്ടോ, അതിന്റെ വിത്താണ് നിനക്ക് തന്നിരിക്കുന്നത് ആ ചേട്ടൻ. പിന്നെ ആ 3 പിള്ളേരുണ്ടല്ലേ, അത് ആ ചേട്ടന്റെ വിത്തുകളാ. അതിന് സത്യം 2 പിള്ളേർ 2 ആക്റ്റീവായിട്ട് നിൽക്കും കണ്ടോ. ആ എടുത്താ പൊങ്ങാത്ത ചെളിയൊക്കെ പൊക്കി എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടെടുത്താണ്ടില്ലേ, എന്ന രസമില്ലേ. ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് ഉള്ളിപ്പൂവാന്ന് വിചാരിച്ച. ഇത് ഉള്ളിപ്പൂവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഇതാണ് ചെടി ബൊക്കെ കിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന പൂവാണ് ഇവിടെ കാണുന്നത്. നല്ല രസമുണ്ടല്ലോ, ആ ഫാമിലി ഫുൾ അവർ വന്നിട്ട് ചെയ്യുന്ന കണ്ടില്ലേ ഇത്. അവിടെ ഉള്ളി നടന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു ചുവട്ടിൽ ഒരു ഉള്ളി എന്ന് വെച്ചാൽ ഒരു ഉള്ളി നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് 5 ആവും 10 ആവും. ചെറിയ ചാല് കീറിയിട്ടേക്ക് കേട്ടോ, ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ. നല്ല രസമുണ്ടല്ലേ ഇവിടെ കാഴ്ചകളൊക്കെ. അന്നേരം ഓൾ തമിഴ്നാട് യാത്രയിൽ ഞങ്ങൾ കണ്ടതാണ്, തെങ്കാശി വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ രസകരമായ ഒരുപാട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, കയറി കാണാൻ മറക്കരുത്. ന്യൂ എഡിസൺ ടെക് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് കേട്ടോ. അതെ, എനിക്കിപ്പം ഇവിടെ വന്നിട്ട് എന്തൊക്കെ കിട്ടിയെന്ന് അറിയാവോ? തേണ്ടി ഈ ചെടി, പിന്നെ തേണ്ടി ഈ ചെടി, പിന്നെ റോസ എല്ലാം പിള്ളേർ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കൊച്ചുങ്ങളാ. അത് ഫുള്ളാ ചേട്ടന്റെ കേട്ടോ. അവര് ചുമ്മാ ഇരിക്കുന്നില്ലല്ലേ. അവര് ഭയങ്കര രസമുണ്ട്. ഇതെന്തോ ചെടിയാന്ന് എനിക്ക് മനസ്സിലായി. ആ ചേച്ചി പറയോ മാലയുടെ കൂടെ ഇത് കേട്ടോ നീയല്ല ഓച്ച പിച്ചിട്ട് വന്നു. ചേട്ടൻ അന്നേരം പോവല്ലേ? ഓക്കെ, അന്നേരം ഇതൊക്കെ അവിടെ കൊണ്ടുവെക്കുന്നു. ഇതില്ല, റോസയ്ക്കകത്തിടാം. റോസയ്ക്കകത്തിടാം. കുറേ ആയി കേട്ടോ. വേറെടുത്ത് റോസ കൃഷിയുടെ അടുത്ത് പോയി
போதுமா? போதும்.